ഇറാനെതിരായ സൈനിക നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ച് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ട്രംപിനെ കുഴിയിൽ ചാടിച്ചെന്ന വികാരം ശക്തമാകവെയാണ് ഹെഗ്സെത്ത് വിശദീകരണവുമായി രംഗത്ത് വന്നത്. US കോൺഗ്രസിലെ ഹൗസ് ആംഡ് സർവീസസ് കമ്മിറ്റിക്ക് മുന്നിലാണ് സൈനിക നടപടിയെ ന്യായീകരിച്ച് ഹെഗ്സെത്തും പെന്റഗൺ ഉദ്യോഗസ്ഥരും നിലപാടുകൾ വ്യക്തമാക്കിയത്. വിയറ്റ്നാം യുദ്ധത്തിന് സമാനമായ ഒരു കെണിയിലാണോ അമേരിക്ക അകപ്പെട്ടിരിക്കുന്നത് എന്ന ജനപ്രതിനിധികളുടെ ചോദ്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തടയാനും മേഖലയിലെ അസ്ഥിരത അവസാനിപ്പിക്കാനും ഈ സൈനിക നടപടി അത്യന്താപേക്ഷിതമാണെന്ന് ഹെഗ്സെത്ത് വാദിച്ചു. മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഇറാൻ തീർത്തും ദുർബലമായ അവസ്ഥയിലാണെന്നും സൈനിക നടപടി കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും പിൻവാങ്ങുന്നതിനെക്കുറിച്ചും ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഹെഗ്സെത്തിനെ പ്രകോപിപ്പിച്ചു. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിയോഗികൾ ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ പിന്മാറ്റമില്ലെന്ന കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതുവരെയുള്ള സൈനിക നടപടികൾക്കായി അമേരിക്ക $25 ബില്യൺ ചെലവഴിച്ചതായി പെന്റഗൺ സഭയെ അറിയിച്ചിട്ടുണ്ട്. സംഘർഷത്തിനിടെ 14 US സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിലുണ്ട്. പീറ്റ് ഹെഗ്സെത്തിന്റെ പ്രസ്താവനയ്ക്കിടെ ക്യാപിറ്റോൾ മന്ദിരത്തിന് പുറത്ത് യുദ്ധവിരുദ്ധ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധവും അരങ്ങേറി. ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ ഹെഗ്സെത്ത് സൈനിക ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ അനാവശ്യമാണെന്നും സഭയെ അറിയിച്ചു. അതേസമയം യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്തും പെന്റഗണും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന നിലപാടിലാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. പ്രതിരോധ വകുപ്പിനെയും സെക്രട്ടറിയെയും പ്രതിക്കൂട്ടിലാക്കി വാൻസ് പരസ്യമായി രംഗത്തിറങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. 8 ആഴ്ച പിന്നിട്ട ഇറാൻ യുദ്ധത്തിനിടെ US ആയുധപ്പുരകളിൽ ഇറാൻ ഏൽപ്പിച്ച കനത്ത നാശം പറയാതെ ഹെഗ്സെത്തും സൈനിക മേധാവി ഡാൻ കെയ്നും വെറുതെ പൊങ്ങച്ചം നടിക്കുകയാണെന്നാണ് ആക്ഷേപം. ഇറാന്റെ വ്യോമ നാവിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചുവെന്നും അമേരിക്കൻ ആയുധങ്ങൾ ഇപ്പോഴും വേണ്ടുവോളം അവശേഷിക്കുന്നുവെന്നാണ് പ്രതിരോധ വകുപ്പ് പുറത്തു പറയുന്നത്. എന്നാൽ ഇതല്ല വസ്തുതയെന്നും വൻതോതിൽ ആയുധനഷ്ടം രാജ്യത്തിനുണ്ടായെന്നും യഥാർത്ഥ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചൈനയുമായി കൊമ്പുകോർക്കുന്ന തായ്വാനിലും ഉത്തര കൊറിയയ്ക്കെതിരെ ദക്ഷിണ കൊറിയയിലും റഷ്യക്കെതിരെ യൂറോപ്പിലും ആയുധങ്ങളേറെ വേണമെന്നിരിക്കെ നിലവിൽ തെറ്റായ ചിത്രം നൽകി ഇനിയും സംഘർഷം നീട്ടിക്കൊണ്ടുപോകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് വാൻസിന്റെ പക്ഷം. ഈ വിഷയം പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ വാൻസ് നേരിട്ട് അവതരിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഹെഗ്സെത്തും കെയ്നും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഴ്ചകൾക്ക് മുന്നേ US ഇതിനകം തന്നെ വിജയം നേടിക്കഴിഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാൻ ആകാശത്ത് US സമ്പൂർണ്ണ ആധിപത്യം നേടിയതായി കഴിഞ്ഞ മാർച്ചിൽ ഹെഗ്സെത്തും അവകാശപ്പെട്ടു. എന്നാൽ ഏപ്രിലാണ് അമേരിക്കൻ യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. രക്ഷാദൗത്യം വ്യോമസേനയ്ക്കടക്കം വരുത്തിയ നഷ്ടങ്ങൾ സമീപകാലത്ത് സമാനതകളില്ലാത്തതായിരുന്നു.